ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും മല്ലു ടെക്കിസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പൈത്തൺ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈത്തൺ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയാണ്. പൈത്തണിൽ 7 ടൈപ്സ് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇന്നലെ നമ്മൾ ചെയ്തു നോക്കിയതാണ്. അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, എക്സ്പോണൻഷ്യൻ, ഫ്ലോർ ഡിവിഷൻ, അതൊക്കെയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. അതൊക്കെ ഇന്നലെ നമ്മൾ ചെയ്തു നോക്കിയതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കി 6 ഓപ്പറേറ്റേഴ്സിനെ പറ്റി പറയാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മല്ലു ടെക്കിസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത് പൈച്ചാമിലാണ്. ഇന്നലെ പൈത്തൺ ഷെല്ലിൽ ചെയ്ത് ജസ്റ്റ് അതൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്കിന്ന് പൈച്ചാമിൽ ചെയ്തു തുടങ്ങാം. പൈച്ചാം ഓപ്പൺ ചെയ്യാം. ഇവിടെ new.py എന്ന് പറഞ്ഞൊരു ഫയൽ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിനെ പറ്റിയാണ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിൽ ആദ്യം വരുന്നത് ഈക്വൽ ടു ആണ്. ഒരു വേരിയബിളിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ അസൈൻ ചെയ്യാനാണ് ഈക്വൽ ടു ഉപയോഗിക്കുന്നത്. ഇപ്പം a ഈക്വൽ ടു 5 കൊടുത്തു. പ്രിന്റിൽ a കൊടുത്താൽ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ന്യൂ കൊടുക്കുക. ഓക്കെ, 5 പ്രിന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈക്വൽ ടു എന്ന ആദ്യത്തെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. പ്ലസ് ഈക്വൽ ടു യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എയിൽ 5 കൊടുത്തിട്ടുണ്ട്, എ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ വാല്യൂ മാറ്റണം എന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു വാല്യൂ കൊണ്ട് എൻ്റെ വാല്യൂ മാറ്റണമെങ്കിൽ എ പ്ലസ് ഈക്വൽ ടു 3 എന്ന് കൊടുത്തു. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എ ഈക്വൽ ടു എ പ്ലസ് 3 എന്ന് തന്നെയാണ്. അതിനാണ് നമ്മൾ എ പ്ലസ് ഈക്വൽ ടു 3 എന്ന് കൊടുത്തത്. അപ്പം ഇത് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് എ. ഓക്കെ, ആദ്യം 5 വന്നു, പിന്നെ 8 വന്നു. അതായത് 5 പ്ലസ് 3 ഈക്വൽ ടു 8. ഇനി എ പ്ലസ് ഈക്വൽ ടു 3ക്ക് പകരം എ ഈക്വൽ ടു എ പ്ലസ് 3 എന്ന് കൊടുത്ത് റണ്ണ് ചെയ്താൽ നമുക്ക് സെയിം തന്നെയാണ് കിട്ടുക. അപ്പം അതിനാണ് പ്ലസ് ഈക്വൽ ടു യൂസ് ചെയ്യുന്നത്. പ്ലസ് ഈക്വൽ ടു. ഓക്കെ, അടുത്തത് മൈനസ് ഈക്വൽ ടു. മൈനസ് ഈക്വൽ ടു ഇതുപോലെ തന്നെ എൻ്റെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എ മൈനസ് ഈക്വൽ ടു 3 കൊടുത്തു, റൺ ചെയ്തു. 5 വന്നു ആദ്യം, പിന്നെ 2 വന്നു. അതായത് 5 ആദ്യം നമ്മൾ കൊടുത്ത വാല്യൂ, പിന്നെ ഈ വാല്യൂന്ന് 3 കുറച്ചിട്ടുള്ള വാല്യൂ ആണ് അടുത്തതായിട്ട് പ്രിന്റ് ആയത്. അപ്പോൾ അതാണ് മൈനസ് ഈക്വൽ ടു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇൻറ്റു ഈക്വൽ ടു എന്താണെന്ന് നോക്കാം. അതായത് മൾട്ടിപ്ലിക്കേഷൻ. ഇൻറ്റു സൈൻ കൊടുത്തു, എ ഈക്വൽ ടു സ്റ്റാർ ഈക്വൽ ടു 3 കൊടുത്തു. അപ്പോൾ എന്താണ് വരിക എന്ന് നോക്കാം. ആദ്യം 5 വന്നു, പിന്നെ 15 വന്നു. അതായത് 5 ഇൻറ്റു 3, അതാണ് 15 വന്നത്. ഇതേപോലെ തന്നെ y കൊടുത്തു നോക്കാം. അപ്പോൾ റൺ ചെയ്താൽ 5 ആദ്യം വന്നു, പിന്നെ 1.66 ആണ് വന്നത്. ഇനി നമുക്ക് ഫ്ലോർ ഡിവിഷൻ്റെ ഒന്ന് കൊടുത്തു നോക്കാം. എ ഈക്വൽ ടു ഫ്ലോർ ഡിവിഷൻ ഈക്വൽ ടു 3 എന്ന് കൊടുത്തു, റൺ ചെയ്തു. 5ഉം 1ഉം വന്നു. ഇനി മോഡ് കൊടുത്തു നോക്കാം. മോഡ് കൊടുത്തു. ഓക്കെ, 5ഉം രണ്ടാമതായിട്ട് 2ഉം വന്നു. ഇനി അപ്പോൾ ഇത്രയും മതി നമുക്ക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിൽ. ഇനി അടുത്തത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നോക്കാം. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് 2 വാല്യൂസ് അല്ലെങ്കിൽ 2 വേരിയബിൾസ് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ആദ്യം വരുന്നത് ഡബിൾ ഈക്വൽ ടു ആണ്. അതിനായിട്ട് ആദ്യം 2 വേരിയബിളിൽ നമുക്ക് 2 വാല്യൂ എടുത്തു വെക്കാം.
എ ഈക്വൽ ടു 5 എടുത്തു വെച്ചു, ബി ഈക്വൽ ടു 10 വെച്ചു. ഇനി നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എ ഈക്വൽ ടു ബി. റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തു, ഫോൾസ് എന്നാണ് വന്നത്. അപ്പോൾ ഇത് ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് ബീൻ്റെ വാല്യൂ 5 ആക്കിയിട്ട് നോക്കാം. ഓക്കെ, ട്രൂ പ്രിന്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഈക്വൽ ടു ഓപ്പറേറ്റർ, കമ്പാരിസൺ ഓപ്പറേറ്ററിലെ ഡബിൾ ഈക്വൽ ടു ഓപ്പറേറ്റർ. ഇനി അതേപോലെ നോട്ട് ഈക്വൽ ടു ഉണ്ട്. നോട്ട് ഈക്വൽ ടുവിന് വേണ്ടി ഓക്കെ, എ നോട്ട് ഈക്വൽ ടു ബി പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തത്. റൺ ചെയ്തു, അപ്പോൾ ഫോൾസ് എന്നാണ് കാണിച്ചത്. ഇനി എയും വാല്യൂം ഡിഫറെൻറ്റ്, എയും ബിയും ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്ത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ട്രൂ എന്ന് വന്നു. ഇതാണ് നോട്ട് ഈക്വൽ ടു. ഇനി ഗ്രേറ്റർ ദാൻ നോക്കാം. എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഫോൾസ് ആണ് വന്നത്. ഇനി ലെസ് ദാൻ, എ ലെസ് ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ഓക്കെ, ഔട്ട്പുട്ടിൽ ഇപ്പോൾ ട്രൂ എന്ന് വന്നു. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോക്കാം. ഓക്കെ, ട്രൂ ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോക്കാം. ഫോൾസ് ആണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നോക്കാം. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ 3 എണ്ണമാണ് വരുന്നത്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ലോജിക്കൽ ആൻഡ് യൂസ് ചെയ്യുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണെങ്കിൽ മാത്രം ട്രൂ എന്ന് പ്രിന്റ് ചെയ്യും. അതിനാണ് നമ്മൾ ലോജിക്കൽ ആൻഡ് യൂസ് ചെയ്യുന്നത്. ലോജിക്കൽ ആൻഡ് നമുക്ക് ചെയ്ത് നോക്കാം. പ്രിന്റ് എ ആൻഡ് ബി. എ ലെസ് ദാൻ എന്തെങ്കിലും കണ്ടീഷൻ കൊടുക്കണം. എ ലെസ് ദാൻ 6 കൊടുത്തു, ബി ലെസ് ദാൻ 11 കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മളെ കണ്ടീഷൻ. എ 6 ചെറുതാണോ എന്ന് നോക്കണം, ബി 11 ചെറുതാണോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ട്രൂ എന്ന് പ്രിന്റ് ചെയ്യണം. ഇത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എ 6 ചെറുതാണ്, ബി 11 ചെറുതാണ്, അതുകൊണ്ട് ട്രൂ എന്ന് പ്രിന്റ് ചെയ്തു. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റാക്കി കൊടുത്തു നോക്കാം. എ ബി ലെസ് ദാൻ 10 കൊടുക്കാം. റൺ ചെയ്തു, ഫോൾസ് ആണ്. അപ്പോൾ ഇത് രണ്ടും ശരിയായാൽ മാത്രമേ ട്രൂ പ്രിന്റ് ചെയ്യൂ. ഇനി ലോജിക്കൽ ഓർ നോക്കാം. ലോജിക്കൽ ഓറിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം ട്രൂ ആയാൽ മതി. അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എ ലെസ് ദാൻ 6 ഓർ ബി ലെസ് ദാൻ 10 എന്നാണ് ഇവിടെ കൊടുത്തത്. അത് നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. ട്രൂ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ ട്രൂ എന്ന് പ്രിന്റ് ആവും. അപ്പോൾ എ ലെസ് ദാൻ 6, അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ട്രൂ എന്ന് പ്രിന്റ് ആയത്. ഇനി രണ്ട് കണ്ടീഷൻ നമുക്ക് ഫോൾസ് ആക്കി നോക്കാം. റൺ ചെയ്തു, ഫോൾസ് ആണ് പ്രിന്റ് ചെയ്യുന്നത്. ഇനി ബി ലെസ് ദാൻ 11 ആക്കി നോക്കാം. ഇപ്പൊ രണ്ടാമത്തെ കണ്ടീഷനാണ് ട്രൂ. ഓക്കെ, ട്രൂ എന്ന് പ്രിന്റ് ചെയ്തു. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ എന്ന് പ്രിന്റ് ആവും. ഇനി ലോജിക്കൽ നോട്ടാണ്. ഈ നോട്ട് ഉപയോഗിക്കുന്നത്, നോട്ട് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ആണ് നമുക്ക് കാണാം. അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫോൾസ് എന്നും കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ട്രൂ എന്നുമാണ് കാണിക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നോട്ട് ബ്രാക്കറ്റിൽ നോട്ട് എഴുതിയിട്ട് ബ്രാക്കറ്റിലാണ് പിന്നെ നമ്മളെ കണ്ടീഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എ ലെസ് ദാൻ 6 കൊടുത്തു, ബി ലെസ് ദാൻ 11 കൊടുത്തു. ആൻഡ് കൊടുക്കാം. ഇനി റൺ ചെയ്യാം. ഫോൾസ് എന്നാണ് പ്രിൻ്റായി വന്നത്. അപ്പോൾ നമ്മളെ കണ്ടീഷൻ ട്രൂ ആണ്. എ 6 ചെറുതാണ്, ബി 11 ചെറുതാണ്. എന്നിട്ട് നമുക്ക് ഫോൾസ് ആണ് കിട്ടിയത്. ഇനി നമുക്ക് എന്തെങ്കിലും തെറ്റായ കണ്ടീഷൻ കൊടുക്കാം. എ ലെസ് ദാൻ 4 കൊടുത്തു, ബി ലെസ് ദാൻ 9 കൊടുത്തു. ഇനി പ്രിന്റ് ചെയ്താൽ ട്രൂ എന്ന് കാണാം.
നമ്മളെ കണ്ടീഷൻ ഫോൾസ് ആണ്, പക്ഷെ പ്രിന്റ് ചെയ്തത് ട്രൂ ആണ്. അതിനാണ് നമ്മൾ നോട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ റിവേഴ്സ് ആണ് നമുക്ക് കിട്ടുക. അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫോൾസും കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ട്രൂ ആണ് കിട്ടുക. അപ്പോൾ ഇത്രയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇനി ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് ആണ്. ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സിൽ രണ്ടെണ്ണമാണ് വരുന്നത്, ഈസും ഈസ് നോട്ടും. ഈസ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ എയും ബിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇനി നമുക്ക് കണ്ടീഷൻ എഴുതി നോക്കാം. എ ഈസ് ബി. ഫോൾസ് ആണ് പ്രിന്റ് ചെയ്തത്. എയും ബിയും ഒന്നാണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എ 5ഉം ബി 10ഉം ആണ്. അപ്പം ഫോൾസ് ആണ് പ്രിന്റ് ആയത്. ഇനി ബിയുടെ വാല്യൂ മാറ്റി സെയിം ആക്കി നോക്കാം. റൺ ചെയ്തു. അപ്പോൾ ട്രൂ ആണ്. എയും ബിയും ഒന്നാണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ട്രൂ ആണ് പ്രിന്റ് ചെയ്തത്. ഇനി അടുത്തത് ഈസ് നോട്ട് ആണ്. ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സിലെ അടുത്ത ഓപ്പറേറ്റർ ഈസ് നോട്ട് ആണ്. അപ്പോൾ ഈസ് നോട്ട് കൊടുക്കാം. എ ഈസ് നോട്ട് ബി. ഫോൾസ് ആണ്. ഇനി ബിയുടെ വാല്യൂ നമുക്ക് മാറ്റി നോക്കാം. ഇപ്പം ട്രൂ കിട്ടി. അപ്പോൾ ഈസ് നോട്ട് യൂസ് ചെയ്യുന്നത് രണ്ടും വ്യത്യസ്തമാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ട്രൂ എന്ന് പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് എന്ന് പ്രിന്റ് ചെയ്യും. ഇനി മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ആണ് നോക്കുന്നത്. മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സിൽ വരുന്നത് ഇന്ന്, നോട്ടിന് എന്നിവയാണ്. എന്നീ ഓപ്പറേറ്റേഴ്സ് ആണ് വരുന്നത്. ഇന്ന്, നോട്ടിന്. ആദ്യം നമുക്ക് എയിൽ ഒരു സ്ട്രിങ് കൊടുക്കാം, പൈത്തൺ. എയിൽ നമ്മൾ പൈത്തൺ എന്ന് പറഞ്ഞൊരു സ്ട്രിങ് കൊടുത്തു. ഇനി എന്തെങ്കിലും അത് ആ സ്ട്രിങ്ങിൽ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇപ്പം പ്രിന്റ് ആദ്യം ഇന്ന് നോക്കാം. എന്തെങ്കിലും ഒരു TS എന്ന് പറഞ്ഞ വാല്യൂ അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. TH ഇൻ എ എന്ന് കൊടുത്തു. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ട്രൂ. അപ്പോൾ TH ഈ എയിൽ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്തത്. അപ്പോൾ TH പൈത്തൺ എന്ന് പറഞ്ഞതിലുണ്ട്. അപ്പോൾ ട്രൂ ആണ് പ്രിന്റ് ചെയ്തത്. ഇനി വേറെ എന്തെങ്കിലും അതിലില്ലാത്ത എന്തെങ്കിലും കൊടുക്കാം. AB ഇൻ എ എന്ന് കൊടുത്തു. റൺ ചെയ്തു. ഫോൾസ് ആണ്. അപ്പോൾ AB എന്ന് പറഞ്ഞത് എയിൽ ഇല്ല. അതിനാണ് ഇന്ന് കൊടുക്കുന്നത്. ഇനി നോട്ട് ഇൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. റൺ ചെയ്തു. ട്രൂ കാണിച്ചു. അതായത് AB എന്ന് പറഞ്ഞത് എയിൽ ഇല്ല. അതാണ് നമ്മളെ കണ്ടീഷൻ നോട്ട് ഇൻ ഉപയോഗിക്കുന്നത്. ഇനി എന്തെങ്കിലും ഉള്ളത് കൊടുത്തു നോക്കിയാൽ TH തന്നെ കൊടുത്തു നോക്കിയാൽ ഫോൾസ് എന്ന് കാണിക്കും. അപ്പോൾ ഇതാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്. ഇനി ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ബിറ്റ് വൈസിലെ ആൻഡ്, ഓർ, എക്സോർ, നോട്ട് അങ്ങനെയുള്ള സാധനങ്ങളാണ് വരുന്നത്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയാണ് പറഞ്ഞത്. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ നോക്കാൻ വെറുതെ അല്ല, നമുക്ക് അധികം യൂസ് ചെയ്യാത്ത സാധനമാണ്. നമുക്ക് അത് യൂസ് ചെയ്യേണ്ട സമയത്ത് പഠിച്ചു തുടങ്ങാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക് യു.